ഹായ് ഓൾ, ഇറ്റ്സ് മീ JKK ഫ്രം JKK ഫോർ യു സിനിമ റിവ്യൂ ആണ്. ഫൈനലി ആടുജീവിതം സിനിമ കണ്ടു. ഇറ്റ്സ് എ ക്ലാസിക് നോവലിന് ക്ലാസിക് സിനിമ. സോ ബെന്യാമിൻ്റെ ആടുജീവിതത്തിനോട് ബ്ലസ്സിയുടെ ആടുജീവിതം നീതി പുലർത്തിയിരിക്കുന്നു. സെബിന്നാവും. പിന്നെ പൃഥ്വിരാജ് ഒരു രക്ഷയില്ല. ആസ് നജീബ് ഒരു രക്ഷയില്ല. അമല പോൾ കിട്ടിയ റോൾ ഗംഭീരമാക്കിയിട്ടുണ്ട്. ആസ് സൈനു. പിന്നെ ഗോകുൽ ആസ് ഹക്കീം, നോ വേ മാൻ. പിന്നെ ജിമ്മി ജീൻ ലൂയിസ് ആസ് ഇബ്രാഹിം ഖാദിരി, കൊള്ളാം, അത് ഗംഭീരം. പിന്നെ ബാക്കിയുള്ള കുറച്ച് അറബികളും പിന്നെ കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്, അവരും കൊള്ളാം. പിന്നെ ക്യാമറ ഫ്രെയിംസ് അതിഗംഭീരമാണ്. ഇതിലെ ഡെസേർട്ട് സീൻസ് ഒക്കെ തന്നെ എടുത്ത ഫ്രെയിമൊക്കെ അതിഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. സുനിൽ കയ്യസ്, ഗുഡ് വർക്ക്, ഗുഡ് ഫ്രെയിംസ്. പിന്നെ എഡിറ്റർ ശ്രീകർ പ്രസാദ്. ഓക്കെ. മ്യൂസിക് AR റഹ്മാൻ മ്യൂസിക് അതിഗംഭീരം. പിന്നെ റസൂൽ ബുക്കട്ടേക്ക് ഇതിലുണ്ട് ആ സൗണ്ട് ഡിപ്പാർട്ട്മെന്റിൽ. പിന്നെ സിനിമയുടെ ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ അതിഗംഭീരമാണ്. പ്രത്യേകിച്ച് ഇവര് ആ ഡെസേർട്ടിൽ പോകുന്നതും പിന്നെ ഡെസേർട്ടിൽ പെടുന്നതുമൊക്കെയാണ്. പിന്നെ നാട്ടിലെ സീനൊക്കെ തന്നെ ഫ്ലാഷ് ബാക്കിലൂടെയാണ് കാണിച്ചു പോകുന്നത്. അതൊക്കെ കൊള്ളാം. മരുഭൂമിയിലെ ഒരു വരൾച്ച, അത് നാട്ടിൻ പുറത്തെ കുളിർമയൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് അതിഗംഭീരമായിട്ട് കഴിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് സിനിമയുടെ ഫസ്റ്റ് ഷോട്ട്, പ്രത്യേകിച്ച് ഗോട്ട് ലൈഫ് എന്നൊക്കെ എഴുതി കാണിക്കുമ്പോഴുള്ള പൃഥ്വിരാജ്, ആ ആടുകളുടെ ഇടയിലൂടെയുള്ള പൃഥ്വിരാജിൻ്റെ ഒരു ലീൻ ഫേസ്, നജീബിൻ്റെ ഒരു ഫേസ്, അത് ഇന്റർവൽ ഭാഗത്തുമുണ്ട്. അത് വളരെ ഒരു ഹോണ്ടിങ് സീനാണ്. പിന്നെ എന്നെ വളരെ ഹോണ്ടിങ് ചെയ്ത സീൻ, പൃഥ്വിരാജ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഒരു കണ്ണാടിയിലൂടെ ആ മരുഭൂമിയിൽ വന്ന ഒരു വണ്ടിയുടെ കണ്ണാടിയിൽ പൃഥ്വിരാജിൻ്റെ ഒരു ഫേസ്, പൃഥ്വിരാജ് ഇങ്ങനെ ഫേസ് നോക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ താടിയൊക്കെ പൃഥ്വിരാജിന് വന്നിട്ടുണ്ട്. ആദ്യം ക്ലീൻ ഷേവ് ആയിട്ടാണ് പോയത്. താടിയൊക്കെ വന്നപ്പോൾ പൃഥ്വിരാജിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ അത് ഗംഭീരമാണ്. പിന്നെ പൃഥ്വിരാജ് രക്ഷപ്പെടാൻ വേണ്ടി പോകുമ്പോൾ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് അവരെങ്ങനെ രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ പൃഥ്വിരാജ് ഇങ്ങനെ ഓടിപ്പോയി ഡ്രസ്സൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ പൃഥ്വിരാജിൻ്റെ ഹോൾ ബോഡി കാണിക്കുന്നുണ്ട്, ആ ഒരു ലീൻ ബോഡി കാണിക്കുന്നുണ്ട്. സോ അതൊക്കെ വളരെ ഒരു ഞെട്ടിക്കുന്ന ഒരു ലീൻ ബോഡിയൊക്കെയാണ് ആക്ച്വലി. പൃഥ്വിരാജ് എടുത്ത എഫേർട്ട് നമുക്ക് അതിഗംഭീരമായിട്ട് നമുക്കതിൽ കാണാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് ഡ്രസ്സൊക്കെ തന്നെ പാകമല്ല. പിന്നെയുള്ളത് എനിക്ക് തോന്നുന്നു ഹക്കീം എന്ന് പറഞ്ഞ ക്യാരക്ടർ, ഗോകുലിൻ്റെ ഹക്കീം ക്യാരക്ടറിൻ്റെ ഒരു മരണ സീനൊക്കെ തന്നെയാണ്. അത് വളരെ ഹോണ്ടിങ് സീനാണ്. അവിടെ വരുന്ന BGM ഒക്കെ തന്നെ വളരെ ഹോണ്ടിങ് ആണ്. പിന്നെ സിനിമയുടെ അവസാനം പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ നജീബ് സൈനുമായിട്ട് ഫോണിൽ സംസാരിക്കുന്ന സിനിമയുടെ അവസാനം, അതും എന്നെ വളരെ ടച്ച് ചെയ്തൊരു സീനാണ്. വേറെ ഉണ്ട്, പെട്ടെന്ന് പറയുമ്പോൾ ഇത്രയുമാണ്. പിന്നെ കുറച്ച് ഒട്ടകങ്ങളുടെ സീനും, പിന്നെ എനിക്ക് തോന്നുന്നു ഒരു മനുഷ്യനെ ഇങ്ങനെ കഴുകന്മാരൊക്കെ കൊത്തി വലിക്കുന്ന സീനുണ്ട്. അത് നജീബിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അത് തന്നെ ടച്ച് ചെയ്തൊരു സീനുകളൊന്നാണ്. ഇങ്ങനെ എടുത്ത് പറയുമ്പോൾ ഇത്രയൊക്കെയാണ്. വേറെ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ പെട്ടെന്ന് ഇത്രയുമാണ് എന്നെ ടച്ച് ചെയ്ത ഒരു സീൻസ്. പിന്നെ ബെന്യാമിൻ്റെ ആടുജീവിതത്തിനോട് അതിഗംഭീരമായിട്ട് ഇത് നീതി പുലർത്തിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല. പിന്നെ പാട്ടുകളിലേക്ക് വന്നാൽ, സോങ്സിലേക്ക് വന്നാൽ പെരിയോനെ, അതാണ് ഈ സിനിമയുടെ സോൾ സോങ്. പെരിയോനെ റഹ്മാനെ, അത് ഗംഭീരം. പിന്നെ ഓമനാളെ, അത് നമ്മുടെ നാട്ടിൻ പുറത്തിലെ ഒരു സോങ്ങാണ്. പിന്നെ ആ മരുഭൂമിയിൽ തന്നെയുള്ള രക്ഷപ്പെടുമ്പോൾ ഉള്ളൊരു സോങ്ങാണ് ഇസ്തിഫർ. എല്ലാ സോങ്സും കൊള്ളാം. പിന്നെ തീർച്ചയായിട്ടും കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഇതൊരു കൊമേഴ്ഷ്യൽ സിനിമയാണ്. വലിയ വിജയമായ സിനിമയാണ്. എല്ലാവർക്കും അറിയാമല്ലോ, 150 കോടിക്ക് മുകളിൽ കിട്ടിയ ഒരു സിനിമയാണ്. എനിവേ, പിന്നെ ഇത് നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ബ്ലെസ്സിക്കും പിന്നെ നമ്മുടെ പൃഥ്വിരാജിനും ഒരു അവാർഡ് കിട്ടേണ്ടതാണ്. അവാർഡ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നാഷണൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് അവാർഡ് ഉറപ്പായിട്ട് കിട്ടണം. പിന്നെ ഓസ്കാറിൻ്റെ കാര്യമൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. പിന്നെ നജീബൊക്കെ ആയിട്ട് അതിഗംഭീര പെർഫോമൻസ് പൃഥ്വിരാജ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനിയൊന്നും പറയാനില്ല, ഒന്നും പറയുന്നുമില്ല. പിന്നെ കഴിഞ്ഞ മാസം മാർച്ച് 28-നാണ് ഈ പടം ഇറങ്ങിയത്. ഞാനിന്ന് റിവ്യൂ ചെയ്യുമ്പോൾ ഏപ്രിൽ 28 ഒരു മാസമായി. ഞാൻ ഈ പടം കണ്ടത് ഏപ്രിൽ 24 ഫാമിലിയോടൊപ്പമാണ്, ഇവിടെ കോട്ടയം ആനന്ദിൽ. എനിവേ, ഇത്രേ പറയാനുള്ളൂ. ആടുജീവിതം ഇസ് എ വിന്നർ, സർവൈവൽ ത്രില്ലർ വിന്നർ. അപ്പോൾ ശരി, നജീബും സൈനുവും ഹക്കീമും ഇബ്രാഹിം ഖാദിരിയൊക്കെ തന്നെ നമ്മുടെ മനസ്സുകളിലുണ്ട്, പുസ്തകത്തിലൂടെയുണ്ട്. ഇനിയിപ്പോൾ അത് വെള്ളിത്തിരയിലൂടെ, ഫ്രെയിമുകളിലൂടെ നമ്മുടെ മനസ്സുകളിൽ, വരും തലമുറയുടെ മനസ്സുകളിൽ എന്നെന്നും ജീവിച്ച് നിൽക്കും. ഇതൊരു പാഠപുസ്തകമാണ്. ഓക്കെ, ഇത്ര പോലെ. ഇതാണ് സത്യം. സോ സ്റ്റഡി. ബൈ.